കേരളം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് കുട്ടികൾക്കിടയിലെ അക്രമവാസന, ലഹരി ഉപയോഗമൊക്കെയാണ്. അതിൽ ഏറ്റവും ഒടുവിലായി ഷഹബാസിന്റെ കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ളത് 5 വിദ്യാർത്ഥികളാണ്. അവർ ഇന്ന് SSLC പരീക്ഷ എഴുതാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് ഷഹബാസും അത്തരത്തിൽ പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഈ പ്രതികളായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായ പരീക്ഷാ സെന്റർ ആണ് അനുവദിച്ചത്. അവിടേക്ക് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. MSFന്റെയും KSUവിന്റെയും ഒക്കെ പ്രതിഷേധം നടക്കുന്നു. ഇപ്പോൾ MSF അതായത് രാവിലെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ആണ് ചേരുന്നത്. ഷഹബാസിന്റെ കൊലപാതകത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്നടക്കം വലിയ പ്രതിഷേധങ്ങൾ ആണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ പശ്ചാത്തലമടക്കം സംസ്ഥാനം ചർച്ച ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ള രക്ഷിതാക്കൾ ഉണ്ട്, അധ്യാപകർ ആയിട്ടുള്ള രക്ഷിതാക്കൾ ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള രക്ഷിതാക്കൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് തന്നെ ഈ പ്രതികൾ രക്ഷപ്പെട്ടേക്കും എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുവാനുള്ള സാധ്യതയില്ല. അവർക്ക് ഇതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കണം എന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പരീക്ഷ എഴുതേണ്ടി വരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൊലക്കുറ്റത്തിന് പ്രതികളായി മാറുകയും സഹപാഠിയെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയെ ട്യൂഷൻ സെന്ററിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത പ്രതികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നു. അതും പോലീസ് കാവലിൽ പ്രത്യേകമായ സെന്റർ അനുവദിച്ചുകൊണ്ട്. ഇങ്ങനെയൊരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നത്. നമ്മളുടെ കുട്ടികൾ ആ നിലയിലേക്ക് മാറിപ്പോകുന്നുവെങ്കിൽ അത് പൊതുസമൂഹം ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ നിരപരാധിയായ ഒരു കുട്ടിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അവന്റെ കുടുംബത്തിനാണ് നഷ്ടമുണ്ടായത്. അതിനപ്പുറത്ത് ഇത്തരം ക്രിമിനലുകളുടെ കുടുംബത്തിനൊന്നും സംഭവിക്കാതിരിക്കുന്നോ എന്ന ചോദ്യവും പ്രസക്തമാകുന്നു. വിദ്യാർത്ഥി സംഘടനകൾ KSUവിന്റെ പ്രതിഷേധം ആണ് ഇപ്പോൾ കാണുന്നത്. പരീക്ഷാ സെന്ററിലേക്ക് KSU പ്രതിഷേധം നടത്തുന്നു. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പ്രത്യേക പരീക്ഷാ സെന്റർ അടക്കം അനുവദിച്ചിരുന്നു. അവിടേക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നു. എന്താണ് വിവരങ്ങൾ? അല്പസമയം മുൻപ് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, താമരശ്ശേരിയിൽ ഇവരെ പരീക്ഷ എഴുതിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു KSUവും MSF അടക്കമുള്ള സംഘടനകൾ. തുടർന്നാണ് ഇവരെ ഇപ്പോൾ അവരുള്ള ഇടത്ത് തന്നെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പരീക്ഷാ സെന്ററിൽ തന്നെ പരീക്ഷ എഴുതിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം ഇന്നലെ രാത്രി വരുന്നതും. അതിനുശേഷം ഇന്ന് പുലർച്ചെ തന്നെ 6:30 KSUവിന്റെ പ്രതിഷേധം ഇവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വലിയ പ്രതിഷേധങ്ങൾ ഇനിയും വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് വളരെ വൈകാരികമായ ഒരു വിഷയം തന്നെയാണ് ഷഹബാസിന്റെ കൊലപാതകം. ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട കുട്ടികൾ, അവരെ കുട്ടികളെന്ന് പറയാനാകില്ല എന്നെല്ലാ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും അവർക്ക് പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങളും ഇതെല്ലാം ഒരുക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകൾ. അതേ നിലപാടിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾക്ക് അവർ ഒരുങ്ങുകയും ചെയ്യുന്നത്. അവർ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അത് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള സെന്ററിൽ പരീക്ഷ എഴുതിക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ രാത്രിയാണ് ഇതിൽ ഒരു അന്തിമ തീരുമാനം വന്നത്. പക്ഷേ ഇത് രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയാണ്. തീർച്ചയായും 1 മണിക്കൂറുകളിലും നമുക്ക് വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഷഹബാസിന്റെ കൊലപാതകം. അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ ഈ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാനാകുന്നുണ്ട്. എന്നാണെങ്കിലും നിലവിൽ പ്രതിഷേധങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പക്ഷേ 1 മണിക്കൂറിലും നമുക്ക് കൂടുതൽ പ്രതിഷേധങ്ങൾ ഇവിടേക്ക് ഉണ്ടാകുമെന്ന് തന്നെ കണക്കാക്കാം. വലിയ പ്രതിഷേധം ആണ് ഇപ്പോൾ KSUവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന
നിലപാട് സ്വീകരിക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾ. KSU MSF അടക്കം പ്രതിഷേധവുമായി തീർന്നു. ഇപ്പോൾ KSU പരീക്ഷാ സെന്ററിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. വലിയ പോലീസ് സന്നാഹം അടക്കം ആണ് ഈ പരീക്ഷാ സെന്ററിന് പരിസരത്ത് ഉള്ളത്. KSU പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത്. ഷഹബാസിന്റെ കൊലപാതകികൾ ആയിട്ടുള്ള ഷഹബാസിന്റെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആണ് പ്രതിഷേധം കടുപ്പിക്കുന്നത്. പോലീസ് അടക്കം പ്രതികൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന നിലപാട് KSU സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അനുമോദ്, രാവിലെ തന്നെ സാധാരണ നിലയിൽ പ്രതിഷേധങ്ങൾക്ക് 8 മണി 9 മണിയോട് കൂടിയൊക്കെയാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിപ്പോൾ പരീക്ഷയാണ്. നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥികളുമൊക്കെ എത്തുവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. രാവിലെ തന്നെ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണഗതിയിൽ നമ്മൾ അതിരാവിലെയുള്ള പ്രതിഷേധങ്ങൾ കാണാറില്ല. അത് അപൂർവമായിട്ട് തന്നെ വേണം കാണാൻ. പക്ഷെ അത്യപൂർവ സാഹചര്യങ്ങളിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു വൈകാരികമായ വിഷയം മാത്രമല്ല, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്തിന്റെ കൂടി പ്രതിഫലനങ്ങളാണ് ഈ ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന പൊതുവിലയിരുത്തൽ നമുക്കുണ്ട്. അതിന്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഉയരുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ. ഷഹബാസിനെ അതിക്രൂരമായി കൊന്നിട്ടും അതിന്റെ ഒരു തരിമ്പ് പശ്ചാത്താപം പോലും ഇല്ലാതെ ഈ ഒരു കൃത്യത്തെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടും അതിനെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടും ഇവർ പങ്കുവച്ച ശബ്ദ സന്ദേശങ്ങൾ തന്നെ ഈ കുട്ടികളെന്ന് വിളിക്കാൻ കഴിയില്ല, ഈ ക്രിമിനലുകളുടെ മനസ്സിൽ എത്രമാത്രമുണ്ട് ഈ കുറ്റകൃത്യത്തോടുള്ള വാസന എന്ന് തെളിയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരെ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് നിലവിലെ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് അവർക്ക് സംരക്ഷണം ലഭിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്ന വലിയ ആശങ്കയാണ് ഷഹബാസിന്റെ കുടുംബമടക്കം കഴിഞ്ഞ ദിവസം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവരെ ഇപ്പോൾ പരീക്ഷ എഴുതിക്കാനുള്ള, സാധാരണ കുട്ടികൾക്കൊപ്പം ഇരുത്തി പരീക്ഷ എഴുതിക്കുക എന്നുള്ളത് അവിടെ എത്തിച്ചേരുന്ന മറ്റു കുട്ടികളുടെ കൂടി മാനസികാവസ്ഥയെ ബാധിക്കുന്ന കാര്യമായിരിക്കും. കാരണം തങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്നത് ഇന്നലെ ഒരു 16-കാരനെ തല്ലിക്കൊന്ന അല്ലെങ്കിൽ ആക്രമിച്ച് കൊന്ന ആ കൂട്ടത്തിലുള്ളവരാണ്. ആ തോന്നല് അവിടെ പരീക്ഷ എഴുതാൻ വന്ന ഓരോരുത്തരെയും ബാധിക്കും. അവരെ അത് വല്ലാതെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികളെന്ന പരിഗണനയോ വിദ്യാർത്ഥികൾ എന്ന പരിഗണനയോ ഇവർ അർഹിക്കുന്നില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ ഉദിക്കും മുൻപേ ഇവിടെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇത് വരും മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങളുടെ ഒരു തുടക്കമായിട്ട് തന്നെ വേണം കാണുവാൻ. ഇവർക്ക് പരീക്ഷ എഴുതുവാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് ഈ ഘട്ടത്തിൽ ഷഹബാസിന്റെ കുടുംബത്തോടുള്ള, ഷഹബാസിനോട് ചെയ്യുന്ന ഒരു അനീതിയാണെന്ന പൊതുവികാരമാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ തുടരും ഇവിടെ എന്ന് തന്നെ വേണം നമുക്ക് കരുതുവാൻ. തീർച്ചയായും ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉയർന്നു വരുന്നത്. വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ട സമയവും അതിക്രമിച്ചു എന്നുള്ളതാണ്. പരമ്പരാഗതമായി വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിച്ചു പോരുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്ത് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഇത്തരം വിഷയങ്ങൾ, കുട്ടികൾക്കിടയിലെ അക്രമവാസന അല്ലെങ്കിൽ ലഹരി ഉപയോഗം, ഇതൊക്കെ എങ്ങനെ തടയാമെന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടക്കേണ്ട, ഇടപെടലുകൾ നടത്തേണ്ട സമയമാണ് വിദ്യാർത്ഥി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ പ്രതികളായിട്ടുള്ളവർ കുട്ടികളാണ് എന്നത്, ആ കുട്ടികൾ എന്നതിൻ്റെ പ്രായത്തിൻ്റെ ആനുകൂല്യം നൽകുക എന്നതിനപ്പുറത്ത് അവരുടെ സംഭാഷണങ്ങൾ മലയാളികൾ കേട്ടതാണ്. അത്രമേൽ ക്രൂരമായ സംഭാഷണങ്ങൾ, സഹപാഠിയെ ആക്രമിക്കുന്നതിന് എല്ലാവരും തയ്യാറാകണമെന്ന ആഹ്വാനം, സംഘം ചേർന്ന് സഹപാഠിയെ ആക്രമിക്കുന്നു, കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ. അതുകൊണ്ട് തന്നെ പ്രായമെന്ന നമ്പർ പറഞ്ഞുകൊണ്ട് ഇത്തരം ക്രിമിനലുകളെ നമുക്ക് നിയമത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നത് ഇനിയും സാധ്യമോ എന്നതാണ് സമൂഹം ചർച്ച ചെയ്യുന്നത്. ഈ വാർത്തയിലേക്ക് അടക്കം തിരികെ എത്താം. മറ്റു